ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഓപ്പൺ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പുകൾ, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സാഡിലുകൾ, ക്ലാമ്പുകൾ, ഇതൊക്കെ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, പിന്നെ ഉപയോഗിക്കുന്ന സ്വിച്ച് ബോർഡുകൾ, ഇതെല്ലാം എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കുന്ന ഏകദേശം ഒരു ബിൽഡിങ്ങിൻ്റെ ഏകദേശം ഒരു 7 ബാത്റൂമുകൾ വരുന്ന 7 ബാത്റൂമുകൾ ഒന്നിച്ച് വന്നിരിക്കുന്ന സിസ്റ്റമാണ്. അവിടെ നമ്മൾ ബിൽഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് കൺസീൽഡ് ചെയ്യാൻ സാധിക്കില്ല. കൺസീൽഡ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബീമുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഓപ്പൺ വയറിങ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓപ്പൺ വയറിങ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ ആ ബ്ലാക്ക് പൈപ്പ് അവിടെ ഹോൾഡർ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വന്നിരിക്കുന്നത് സ്വിച്ച് ബോർഡുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 20 mm പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ആ 20 mm പൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ പ്ലംബിങ്ങിൻ്റെ വയറിങ്ങിൻ്റെ സമയത്ത് 3/4 ഇഞ്ച് പൈപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 20 mm പൈപ്പ് യൂസ് ചെയ്തിട്ട് ക്ലാമ്പുകളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സപ്ലൈ കൊണ്ടുവരുന്നത് പാനൽ ബോർഡിൽ നിന്ന് ട്രേ അടിച്ച് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സ്റ്റീലിൻ്റെ ട്രേ പോണാണ്, ഏകദേശം 1 അടി വീതിയിൽ ട്രേ പോണുണ്ടോ. ആ ട്രേ ആണ് പാനൽ ബോർഡിൽ നിന്ന് വരുന്നത്. പാനൽ ബോർഡിൽ നിന്ന് സെപ്പറേറ്റ് ഈ ബിൽഡിങ്ങിൻ്റെ പല ഷോപ്പുകളിലേക്കായിട്ടാണ് വരുന്നത്. ഇനി അതിൽ നിന്നും ഒരു സെപ്പറേറ്റ് ഒരു മെയിൻ ഡി ബി താഴെ മെയിനായിട്ട് കോമൺ ആയിട്ട് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടൊരു ഡി ബി ഉണ്ടാവും. ആ ഡി ബിയിലേക്ക് വരുന്നു. അതിൽ നിന്ന് നേരെ സപ്ലൈ നമ്മൾ ആ ചാനലിൻ്റെ ട്രേയുടെ ഉള്ളിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 20 mm പൈപ്പ് വഴി നമ്മൾ ഈ പറയുന്ന സ്വിച്ച് ബോർഡുകളിലേക്ക് വന്നിരിക്കുന്നു. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്പേസ് ആഡിലുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. സ്പേസർ ആകുമ്പോൾ നമുക്ക് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഫിഷർ ചെയ്താൽ മതി. അതിനുശേഷമാണ് അത് ഒറ്റ ഫിഷറിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. പിന്നെ ബാത്റൂമിൻ്റെ ലൈറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ, അതായത് 2 ബാത്റൂമിൻ്റെ സെൻറ്ററിലേക്കൂടെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും പൈപ്പ് ഇറക്കിയതിന് ശേഷം ആ ബാത്റൂമിൻ്റെ ലൈറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് 2 സ്വിച്ച് നമ്മൾ ഇവിടെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഒരു സ്വിച്ചിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അതായത് ഒരു 2 ബാത്റൂമിൻ്റെ സെൻറ്റർ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ രണ്ടും കൂടി ഒറ്റ സ്വിച്ച് ബോർഡായിട്ട് കൊടുക്കും. ഇതിപ്പോൾ ഒരു കോർണറിൽ വന്നിരിക്കുന്നുണ്ട് 1 വേ സ്വിച്ചിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതായത് ആ ലൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ എക്സോസ്റ്റിൻ്റെ പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഡമ്മി, അതായത് ഒരു സ്വിച്ച് ആവശ്യമില്ലാത്തതുകൊണ്ട് അവരെ ഡമ്മി ഇട്ട് നമ്മൾ അടച്ചളയുന്നു. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ബാത്റൂം ഒന്നിച്ച് വരുന്ന സ്ഥലങ്ങളിൽ 1 വേ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ 2 എൻട്രൻസിൻ്റെ, അതായത് ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നുള്ള സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. 130 cm, അതായത് നമ്മൾ നടയിൽ നിന്നും താഴെയിൽ നിന്നും നമ്മൾ കയറുന്ന ആ ലെവലിൽ വരെ 130 cm ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ പുറത്തേക്കുള്ള ഹോൾഡറുകളുണ്ട്. ആ ഹോൾഡറുകളും സ്വിച്ചും നമ്മൾ ഇവിടെ ഈ പറയുന്ന എൻട്രൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ബീം ആയതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളെല്ലാം എത്തിക്കാൻ പറ്റാത്തത്. മുകളിലേക്ക് നമ്മൾ ട്രെയിൽ വഴിയാണ് കൊണ്ടുവരുന്നത്. ഇത് സ്വിച്ച് പിടിപ്പിക്കുന്നതിന് മുന്നുള്ള ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്നുണ്ട്. ഓപ്പൺ ബോക്സ് ആണ് വന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഓപ്പൺ ബോക്സ് അവൈലബിൾ ആണ്. ആ ഓപ്പൺ ബോക്സ് ഡ്രിൽ ചെയ്ത് വെച്ചതിന് ശേഷം മോഡുലാർ സ്വിച്ചുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ സർക്യൂട്ടിനെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വയർ എന്ന് വെച്ചിട്ട് 1.5 വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സർക്യൂട്ട് അതായത് 1.5 റെഡ് ബ്ലാക്ക്, എർത്തും ന്യൂട്രും മാത്രമേ ഫേസും ന്യൂട്രും മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. കാരണം പ്ലഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എർത്തിൻ്റെ ആവശ്യമില്ല. ഫേസും ന്യൂട്രുമാണ് എല്ലാം 1.5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡ്യൂൾ സ്വിച്ചിനാണെങ്കിൽ ഒരു മോഡ്യൂളിൻ്റെ പ്ലേറ്റ്, അതുപോലെ തന്നെ 2 സ്വിച്ച് വെക്കുന്നതെങ്കിൽ 2 മോഡ്യൂളിൻ്റെ സ്വിച്ച്, അതായത് 2 ലൈറ്റ് വരുന്നതിന് 2 മോഡ്യൂൾ എന്നാണ് പറയുന്നത്. ഒരു സ്വിച്ച് വെക്കുന്നതിന് 1 മോഡ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ പ്രൊഡക്ട്സുകൾ, അതുപോലെ ഏതൊക്കെ സ്വിച്ചുകൾ കൊടുക്കണം, ഏതൊക്കെ പൈപ്പുകളാണ് ഉപയോഗിക്കേണ്ടത്, ഹൈറ്റൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.